ഹലോ. അങ്ങനെ വേമ്പനാട്ട് കായലിലെ പച്ചത്തുരുപ്പായ പാതിര മണലിൽ നിന്നും നാം തിരിച്ചു പോരുകയാണ്. പല കഴിവഴികളുമുണ്ട് ഇവിടെ. എല്ലാ കൈവഴികളും ഒന്നിച്ചു ചേരുന്ന സംഗമ സ്ഥലമാണിത്. ഇതാ ഇവിടെയും പച്ചപ്പിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. യാത്രാവേളയിൽ അവർ കൊണ്ടുവരുന്ന ഭക്ഷണമാണ്. ഇവിടെ ഭക്ഷണങ്ങളൊന്നുമില്ല, ഭക്ഷണശാലകളില്ല. അത്യാവശ്യം ദാഹമകറ്റാനുള്ള വെള്ളവും ജ്യൂസുകളും മിഠായികളുമൊക്കെയാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. മനോഹരമായ ചിത്രം വര നടത്തിയിട്ടുണ്ട്. അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ, ട്രീ ഹൗസ്. പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. മരവീട് എങ്ങനെ ഉണ്ട്, ഇതാ ആ കാണുന്നതാണ്. പക്ഷേ മരവീടല്ല, മരത്തിന്മേൽ ഒരു വീട്. സംഭവം മനോഹരമാണ്. വലിയ ഒരു മരത്തിൽ ഇരുമ്പ് ഫ്രെയിമിട്ട ഒരു കൂടാരം. ഇരുമ്പ് കോണി വഴി കയറി പറ്റാൻ ധൈര്യം തന്നെ വേണം. ഒരു പെൺപുലി അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വരാത്തത് കൊണ്ട് ഞാനും പോകുന്നില്ല. ചെറിയ ഒരു പേടി. മുകളിലേക്ക് കയറാൻ എളുപ്പമാണ്, പക്ഷേ താഴോട്ട് ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്. ഒരു ശ്രമം എല്ലാവരും നടത്തുന്നുണ്ട്. കായലോളം മാടി വിളിക്കുന്നു. തിരിച്ചു പോകാം ബോട്ടിലേക്ക്. മനോഹരമായ കാഴ്ച. ഒരു ഹൗസ് ബോട്ട് നങ്കൂരമിട്ട് നിൽക്കുന്നു. കായൽ കാറ്റേറ്റ് സുഷുപ്തിയിൽ ആറാടി നിൽക്കുകയാണ്. നമ്മുടെ ബോട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. തിരിച്ചു പോകാം ബോട്ടിലേക്ക്. ഓക്സിജൻ്റെ കലവറ, ഈ പച്ചപ്പ് നമുക്ക് ഉന്മേഷം നൽകുന്നു, പോസിറ്റീവ് എനർജി നൽകുന്നു. ഇത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. മെല്ലെ മെല്ലെ ബോട്ടിലേക്ക്. പണിക്കാർക്ക് 2 പേർക്ക് ചോറ് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചോറ് ഇനി ഒരു തിരിച്ചു വരവ് എന്നാണ് അറിയില്ല. എന്നാലും ഒരുപാട് നല്ല ഓർമ്മകൾ അയവിറക്കാൻ, ഒരുപാട് കാഴ്ചകൾ മനസ്സിലൊതുക്കി ബോട്ടിലേക്ക് കാലെടുത്ത് വെച്ചു. നമ്മുടെ ബോട്ടിൽ തകൃതിയായുള്ള
തീറ്റ മത്സരമാണ്. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോളൂ, വനം കുളിർക്കെ നുണ കൂടരുത്. അടിപൊളി കരിമീൻ വറുത്തതുണ്ട്. പാട്ടോർമ്മയില്ലേ? ഞാൻ വൈകിയോ? എല്ലാവരും തിന്ന് തീർത്തോ? ഇല്ല, ഞാൻ ആദ്യമേ ടോക്കൺ എടുത്തിരുന്നു. അതുകൊണ്ട് എനിക്കുള്ളത് അവിടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. ഒരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ വിഭവങ്ങളാണ് നോക്കിയേ. ചോറുണ്ട്, അടിപൊളി സാമ്പാറുണ്ട്, മീൻ കറി, ഉപ്പേരി, അച്ചാർ, അവിയൽ, കൂട്ടുകറി, പിന്നെ ഇതാ കുടിവെള്ളം. അതോടൊപ്പം തന്നെ അടിപൊളി ഒരു വറുത്ത പൊരിച്ച